കേരളത്തിലെ 2025 പഞ്ചായത്ത് ഇലക്ഷൻ. അതിൻ്റെ അകത്ത് നേട്ടമുണ്ട്, കോട്ടമുണ്ട്, തോറ്റുപോയി, വൈപ്പ് ഔട്ട് ചെയ്തു പോയി. ഒരു കാര്യം കൃത്യമായിട്ട് പറയാം, വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ 2026 അസംബ്ലി ഇലക്ഷൻ ഏകദേശം 6-7 മാസമേ ഉള്ളൂ. ഉറപ്പായിട്ടും ഈ ട്രെൻഡ് ആണെങ്കിൽ കോൺഗ്രസ് നയിക്കുന്ന UDF അധികാരത്തിൽ വരും. ഇതേപോലെ ട്രെൻഡ് നിലനിൽക്കുകയും ഇതേപോലെയുള്ള ഇലക്ഷൻ ഫാക്ടേഴ്സ് മുന്നോട്ട് വരികയും ചെയ്തു കഴിഞ്ഞാൽ, കാരണം ഇലക്ഷന് ഇഷ്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മുന്നിൽ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന് നയിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരും. രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരസഭയാണ്. അതായത് നമ്മൾ തിരുവനന്തപുരത്ത് പോകുന്നവർക്കും ആ സിറ്റി കൂടെ കറങ്ങുന്നവർക്കും അത് പല ഭാഗത്തുമായിട്ട് നടക്കുന്നവർക്കും ആ സിറ്റിയെ പറ്റി അറിയുന്നവർക്കും അറിയാം, അത് ബേസിക്കലി ഒരു CPMന്റെ കോട്ടയാണ്. അവിടെ പോകുമ്പോഴാണ് പാർട്ടിയുടെ പതാകകളാണെങ്കിൽ അതും ഇതും, അതായത് CPMന്റെ അവിടുത്തെ ഒരു റാലിയും അവരുടെ പ്രതിഷേധമാണെങ്കിലും ഇത്രയും പെട്ടെന്ന് ആൾക്കാരെ കൂട്ടാനും ഒരു 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 പാർട്ടി പ്രവർത്തകൻ എന്ന് പറഞ്ഞ CPMന്റെ പാർട്ടി പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഒരു 50% ഗുണ്ടയാണ് ഒരു പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം. അത് CPMന്റെ പാർട്ടി പ്രവർത്തകർ തന്നെ പറഞ്ഞത്. കാരണം ആ രീതിയിലാണ് ആ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM ആ പാർട്ടിയെ വളർത്തിയെടുത്തത്. അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ സെറ്റ് ബാക്കാണ് കൺവിൻസിങ് ആയിട്ട് BJP അവിടെ ജയിച്ചു. അതായത് തിരുവനന്തപുരം സിറ്റി BJP പിടിക്കുക എന്ന് പറയുന്നത് വളരെ നാളത്തെ പ്രയാസമൊന്നുമല്ല. അവർ നേരത്തെയൊക്കെ നോമിനലായിട്ട് അവിടെ ഇവിടെയൊക്കെ മത്സരിച്ച് 2015 ശേഷം BJP എന്ന് പറഞ്ഞാൽ ആക്റ്റീവായിട്ട് ഒരു പൊളിറ്റിക്കൽ ഫോഴ്സായിട്ട് തിരുവനന്തപുരത്ത് ആക്റ്റീവായി. മനസ്സിലാക്കുക, 2025 അവരാ സിറ്റി മേയർഷിപ്പ്, അതായത് സിറ്റി കംപ്ലീറ്റ് പിടിച്ചു. അതിൻ്റെ തെളിവെന്തുവാ വരാൻ പോകുന്ന 2026 കൊടുക്കുന്ന സൂചന എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ 2026 ഇലക്ഷനിൽ, അസംബ്ലി ഇലക്ഷനിൽ അവർ 4 മുതൽ 5 അല്ലെങ്കിൽ 6 സീറ്റ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പിടിക്കും. കൃത്യമായ സൂചനയാണിത്, ഒരു തർക്കവുമില്ല അതിൻ്റെ അകത്ത്. കാരണം പല സെഗ്മെൻറ്റും പല ഫാക്ടേഴ്സും മാറ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും സീറ്റുകൾ അവർ പിടിക്കും. അതിനകത്ത് ഏറ്റവും പ്രധാനം CPMന് വോട്ട് ചെയ്തിരുന്ന വലിയൊരു ഭാഗം ഈഴവ കമ്മ്യൂണിറ്റി ഇപ്പുറത്തെ BJPക്ക് വോട്ട് ചെയ്തു. അല്ലാതെ ഇത്രയും വലിയ കൺവിൻസിങ് ആയിട്ട് CPMനെ കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ചെയ്തിട്ട് ജയിക്കത്തൊന്നുമില്ല. ആദ്യം മനസ്സിലാക്കേണ്ടത് CPMന്റെ കേഡർ വോട്ടേഴ്സാണ്. ഏറ്റവും കൂടുതൽ സർക്കാർ എംപ്ലോയീസും ഒക്കെ ജോലി ചെയ്യുന്നവരാണ്. അപ്പോഴീ CPMന്റെ കൂടെയുള്ള സർക്കാർ എംപ്ലോയീസ് എന്ന് പറയുന്ന NGO യൂണിയനും ഇതൊക്കെ ചുമ്മാതെ പടക്കവാദം പിടികിട്ടിയല്ലോ. ഇവരൊക്കെ BJPക്ക് വോട്ട് ചെയ്യാതെ ഇത്രയും ആൾക്കാർ അവിടെ, BJPയുടെ ആൾക്കാരവിടെ ജയിക്കത്തില്ല. അതായത് തിരുവനന്തപുരം സിറ്റി, തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത് ഒരു സിംഗായി മാറി, അതായത് ഷിഫ്റ്റ് ചെയ്തു. ഈ ഷിഫ്റ്റ് എത്രമാത്രം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം അതിൻ്റെ ഒരു തെളിവായിട്ട് ഞാൻ പറയാം, BJP ജയിച്ചതാണ് പന്തളം, നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചു. ഇപ്രാവശ്യം ഒരു 3ാം സ്ഥാനത്ത് പോയി. അതിന് തൊട്ടടുത്തുള്ള കൊളനട മറ്റ് പല പഞ്ചായത്തുകൾ BJP തോറ്റുപോയി. പാലക്കാട് BJPയുടെ ഭൂരിപക്ഷം കുറഞ്ഞു. നേരത്തെ ഒറ്റയ്ക്കായിരുന്നു ഭരിച്ച, അതിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞു. തൃശ്ശൂര്, അതായത് സുരേഷ് ഗോപിയുടെ കോൺസ്റ്റിറ്റ്യുവൻസി, പരാജയപ്പെട്ടു. ഇത്രയൊന്നുമല്ല സീറ്റ് കിട്ടേണ്ടത്. ഇനി അടുത്തത് കേരളത്തിലെ പഞ്ചായത്ത്, അതായത് നമ്മുടെ പഞ്ചായത്ത് ബോഡി. അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഫാക്ടറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് കേരളത്തിലെ 19 പഞ്ചായത്തുകളിൽ ലീഡുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം അവരുടെ കാൻഡിഡേറ്റായിട്ട് ജയിച്ചത് 19 പഞ്ചായത്തുകൾ. ആ 19 പഞ്ചായത്തുകൾ ഇപ്രാവശ്യം 24 ആയുള്ളൂ. ഇപ്പം എൻ്റെ പ്രതീക്ഷ അതൊരു 100-ന് മുകളിൽ പോകുമെന്നായിരുന്നു. പക്ഷെ അത് 24, 25 നിൽക്കുക, റോഡ് ബ്ലോക്കിൽ നിൽക്കുക. അതായത് ഗ്രാമപ്രദേശങ്ങളിലും ആ പ്രദേശങ്ങളിലുള്ളവർ BJPയെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. അതാണ് അതിൻ്റെ കണക്കുകൂട്ടൽ മനസ്സിലാക്കുമ്പോൾ.
പിന്നെ ജില്ലാ പഞ്ചായത്ത് 346 സീറ്റുകളാണ്. അതായത് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ജില്ലാ ഡിവിഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു സീറ്റ് പോലും BJP നേടിയില്ല. അത് പൊളിറ്റിക്കൽ വോട്ടാണ്. ഈ പറയുന്ന പേഴ്സണൽ വോട്ടും പരിപാടി പൊളിറ്റിക്കൽ വോട്ടാണ് ജില്ലാ പഞ്ചായത്ത്. അപ്പൊ അതിനകത്ത് ഒരു സീറ്റ് പോലും BJPക്ക് നേടാൻ കഴിഞ്ഞില്ല. ഇതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. പക്ഷെ BJP നേട്ടമുണ്ടാക്കി, കൊല്ലത്ത് നേട്ടമുണ്ടാക്കി. അതേപോലെ തന്നെ പല ഗ്രാമപഞ്ചായത്തുകളും മറ്റു പലയിടത്തും ഇവർ 2ാം സ്ഥാനത്ത് പലയിടത്തും കയറി വന്നു. പല മുനിസിപ്പാലിറ്റിയിലും ഇവരുടെ അക്കൗണ്ടുകൾ പലത് തുറക്കുക മാത്രമല്ല, പല മുനിസിപ്പാലിറ്റിയിൽ ഇവർ വ്യക്തമായ മേൽക്കൈ നേടി. മേൽക്കൈ ജയിച്ചു എന്നുള്ളതല്ല, മുനിസിപ്പാലിറ്റി പിടിച്ചു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അതായത് പലയിടത്തും അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലൊക്കെ അവർ തോറ്റെടുത്തൊക്കെ കൃത്യമായിട്ട് ചെറിയ ചെറിയ വോട്ടുകളിലേ പോയിട്ടുള്ളൂ. ആ സമയത്തൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഇവിടെ UDFന് മേൽക്കൈ കിട്ടിയപ്പോൾ CPM വോട്ടുകളാണ് പോയിരിക്കുന്നത്. CPM വോട്ടുകൾ പോയിരിക്കുന്നത് 1 BJPക്ക് പോയിട്ടുണ്ട്, 2 കോൺഗ്രസ് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ പല കോട്ടകൾ, അതായത് മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. തിരുവനന്തപുരത്ത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാർട്ടി സംഘടന വളരെ ദുർബലമാണ്. കൊല്ലത്ത് ദുർബലമാണ്, വളരെ ദുർബലമാണ്. ഇത് വെറുതെ പറയുന്നതല്ല. അവിടെ അവർ വീണ്ടും തിരിച്ചു വരുന്നതിൻ്റെ ലക്ഷണം കാണിച്ചു തുടങ്ങി. അതായത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ 2 സീറ്റേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. 1 സീറ്റ് എങ്ങാണ്ട് കിട്ടിയിട്ടുള്ളൂ അവർക്ക്. തിരിച്ച് തൃശ്ശൂര് കോൺഗ്രസ് പാർട്ടി ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ അവിടെ അവരോട് തിരിച്ചു വന്നു. അവിടെ BJP നേട്ടം ഉണ്ടാക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. അവിടെ BJP നേട്ടം ഉണ്ടാക്കിയില്ല, കോൺഗ്രസ് ആണ് തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പം നമ്മളെല്ലാം നോക്കുവാണെങ്കിൽ 2026 ഇലക്ഷനിൽ, അതായത് ഈ പറയുന്ന കാൽക്കുലേഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ UDF അധികാരത്തിൽ വരും. അതായത് വീണ്ടും UDFന്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് വീണ്ടും, കാരണം ഈ വോട്ടിന് നമ്മൾ പാറ്റേൺ നോക്കുമ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ വീണ്ടും പോളറൈസ് ചെയ്ത് കോൺഗ്രസിന് വോട്ടായി മാറി. നേരത്തെ ഈ സംഭവങ്ങൾ CPMന് അനുകൂലമായിട്ട് പോയി. അല്ലെങ്കിൽ ഈ പത്തനംതിട്ടയിലൊന്നും ഇതേപോലൊന്നും CPM തോൽക്കില്ല, കോട്ടയത്തും തോൽക്കില്ല. പലയിടത്തും ഈ ക്രിസ്ത്യൻ വോട്ടുകൾ CPMന് പോയിരുന്ന വോട്ടുകൾ തിരിച്ച് കോൺഗ്രസിലോട്ട് വന്നു. അതിനകത്ത് ചെറുതായിട്ട് മാർജിൽ ചിലയിടത്ത്, ഇപ്പം പാല 1-2 ഭാഗങ്ങളിൽ, മുക്കാലി പല പഞ്ചായത്തുകളിൽ, ഇവിടെയൊക്കെ BJP അവിടെ തോറ്റുപോയി. മറ്റ് ചില പഞ്ചായത്തുകൾ പിടിച്ചു. അതായത് ഈ പറയുന്ന പോലെ ഒരു ക്രിസ്ത്യൻ വോട്ടുകളിൻ്റെ ഏകോപനം BJPക്ക് അനുകൂലമായിട്ടുണ്ടായില്ല. അതുകൊണ്ടാണ് 346 ജില്ലാ ഡിവിഷനിൽ 1 സീറ്റ് പോലും ജയിക്കാതിരുന്നത്. പക്ഷെ BJP ശക്തമായി. അതായത് 2026 ഇലക്ഷനിൽ ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ അവർ 15-16 സീറ്റ് പിടിക്കുന്ന രീതിയിലാണ് വോട്ടിങ്ങിൻ്റെ പാറ്റേൺ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. പക്ഷെ ഈ രീതി കൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. കാരണം അവർക്ക് വോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല ആൾക്കാരെ കൊണ്ട്, അതായത് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം സിറ്റികളിൽ, ഇപ്പോൾ കൊച്ചി എടുക്കുവാണെങ്കിലും മറ്റു പല സിറ്റികൾ എടുക്കുവാണെങ്കിലും കോൺഗ്രസ് UDFും തിരിച്ചു വന്നു. പക്ഷെ ഗ്രാമങ്ങളിൽ ഈ പറയുന്ന CPMന്റെ ആധിപത്യം തുടരുന്നു. പക്ഷേ പല പഞ്ചായത്തിലും ചരിത്രപരമായിട്ട് CPMന്റെ കോട്ട മാറി. അപ്പം ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ 50 വർഷം കൊണ്ട് ഞാൻ ജനിച്ചു വളർന്ന പത്തനാപുരം പഞ്ചായത്ത്, കൊല്ലം ജില്ലയിൽ, കാരണം എൻ്റെ ചരിത്രത്തിൽ പോലും ഞാൻ കേട്ടിട്ടില്ല CPM അല്ലാതെ, ഇടതുപക്ഷമല്ലാതെ ആ പഞ്ചായത്ത് ഭരിച്ചത്. ഗണേഷ് കുമാറിൻ്റെ നിയമസഭാ മണ്ഡലമാണ്. അവിടെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് ചരിത്രപരമായിട്ട് ആദ്യമായിട്ട് അവിടെ UDF അധികാരത്തിലോട്ട് വരിക. അവിടെ BJPക്ക് 1 സീറ്റ് പോലും ഇല്ല. SDPIക്കും ജമാഅത്തേക്കും 1 സ്വതന്ത്ര സീറ്റുണ്ട്. അപ്പം ഇതേപോലെയുള്ള പല കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. കാരണം ഈ പറയുന്ന 16 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് ഹിന്ദു ഭൂരിപക്ഷമാണ്, നായർ ഭൂരിപക്ഷമാണ്. അപ്പോൾ ഈ നായർ ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് 1 സീറ്റ് പോലും BJP കിട്ടാഞ്ഞത്? ഞാൻ പറയാം 16 പഞ്ചായത്തിൻ്റെ കാര്യം. മറ്റു പലയിടത്തും അവർക്ക് കിട്ടിയിട്ടുണ്ട്. വട്ടാഴി, വടക്കേക്കര, വെളക്കുടി, മറ്റു പല പിറവന്തൂർ, മറ്റു പല ഭാഗത്തവർക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പം ഇതാണ് ഈ വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. അതായത് പല പഞ്ചായത്തുകളും ഇന്നും BJPക്ക് ഒരു സീറ്റ് പോലും കിട്ടാൻ പറ്റാത്ത പല പഞ്ചായത്തുകളുണ്ട് കേരളത്തിൽ. അതായത് ഞാൻ പറയുന്ന ഹിന്ദു ഭൂരിപക്ഷമുള്ള പഞ്ചായത്തുകൾ പോലും, ഹിന്ദു ഭൂരിപക്ഷമുള്ള അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോലും ഇവർക്ക് വിജയിക്കാൻ പറ്റുന്നില്ല. അതാണ് അതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഈ പറയുന്നത്, ഇലക്ഷൻ്റെ മൈക്രോ മാനേജ്മെൻറ്റ് അത്രമാത്രം സക്സസ് അല്ല. അതതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പക്ഷേ നേട്ടം നോക്കുക, പഴയ BJP ആകും. അല്ല, പഴയ BJP എന്ന് പറഞ്ഞാൽ 6% വോട്ട് പിടിക്കുന്ന, ഇപ്രാവശ്യം 20% മുകളിലായി. ഈ പോക്കാണെങ്കിൽ 22, 23, 24% വോട്ട് അവർ പിടിക്കും. 24-25% വോട്ട് പിടിക്കുകയാണെങ്കിൽ അവർ പറയുന്നതാണ് ഉറപ്പായിട്ടും 10, 15, 18, 20 സീറ്റ് അടുത്ത പ്രാവശ്യം നിയമസഭാ ഇലക്ഷനിൽ പിടിക്കും. അവസാനം ഞാൻ അൾട്ടിമേറ്റായിട്ട് പറയാൻ പോകുന്നൊരു പോയിന്റ് ഉണ്ട്. ഇപ്പോൾ കോൺഗ്രസ് മുക്ത കേരളം ആയിരിക്കില്ല ബേസിക്കലി. അടുത്ത ഇലക്ഷനിൽ കോൺഗ്രസ് വേഴ്സസ് BJP പല മണ്ഡലങ്ങളിലും ഏറ്റുമുട്ടും. കാരണം പലയിടത്തെയും ഇലക്ഷൻ, നമ്മൾ ഈ പഞ്ചായത്ത് ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ പലയിടത്തും CPMൻ്റെ കാൻഡിഡേറ്റ് 3ാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട്. അതാണ് ഏറ്റവും തമാശ. അവിടെയൊക്കെ 2ാം സ്ഥാനത്ത് BJP കയറി വന്നേക്കുക. അപ്പോൾ CPMൻ്റെ വോട്ട് ചെയ്യുന്നവർ BJPക്ക് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പാർട്ടി രജിസ്റ്റേർഡ് കേഡേഴ്സ് ഉള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. അതായത് CPMൻ്റെ. അതായത് മനസ്സിലാക്കുക, CPMൻ്റെ കോട്ടകളെല്ലാം ഇടിച്ചു. അതാണ് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ കാണുന്നത്. അതായത് 2024 പാർലമെന്റ് ഇലക്ഷൻ നടന്നതിൻ്റെ മറ്റൊരു ലിറ്റിൽ എബോവ് എഡ്ജാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്തോട്ട് ഈ ശശി തരൂർ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ നല്ലപോലെ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് ഇവിടെയുള്ള മറ്റുള്ള ഹിന്ദു കമ്മ്യൂണിറ്റി, ഈ പറയുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ BJPക്ക് കാര്യമായ എഡ്ജ് കിട്ടും. അപ്പം ആ സമവാക്യം, അതാ ഞാൻ പറഞ്ഞ മറ്റുള്ള ചില ഇഷ്യൂസ് അതൊന്നും ഉണ്ടായില്ല എങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ പോവുകയാണെങ്കിൽ UDF അധികാരത്തിൽ വരും. പക്ഷേ ശശി തരൂർ മറ്റുള്ള പല ആളുകളും കോൺഗ്രസിലോട്ട് വരികയും ഈ പറയുന്ന വലിയ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാകുകയും ചെയ്ത, പൊളിറ്റിക്സിൽ ഉണ്ടാകുകയും ചെയ്ത ഈ പറയുന്ന പൊളിറ്റിക്കൽ വ്യാഖ്യാനം അരിത്തമെറ്റിക്കോ ആയിരിക്കത്തില്ല മുന്നോട്ട് പോകുന്നത്. അതായത് BJPക്ക് എഡ്ജ് കിട്ടിയിട്ടുണ്ട്, കറക്റ്റായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ എഡ്ജ് കിട്ടിയിട്ടുണ്ട്. അവരുടെ മൈക്രോ ഇലക്ഷൻ മാനേജ്മെൻറ്റ് കുറച്ച് നല്ല ലീഡേഴ്സും കൂടെ ആ പാർട്ടിക്കകത്ത് വരികയാണെങ്കിൽ കേരളത്തിൽ അവർ അതിനിർണായക ശക്തിയാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിർണായക ശക്തിയാകുമ്പോൾ കോൺഗ്രസ് നയിക്കുന്ന UDFന് 2026 വാക്ക് ഓവർ അല്ല. അതായത് നിങ്ങളിപ്പം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ പലയിടത്തും ഇപ്പോൾ UDFും CPM ഒക്കെ LDF ആണ് ജയിച്ചിരിക്കുന്നത്. വേറൊരിടത്ത് പോലും NDA ജയിച്ചിട്ടില്ല. ഒരു സീറ്റിൽ പോലും 346 സീറ്റിൽ ഒരിടത്ത് പോലും ജയിച്ചിട്ടില്ല. പക്ഷെ അവിടെ പലയിടത്തും 2ാം സ്ഥാനത്ത് BJP വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. പലയിടത്തും 2ാം സ്ഥാനത്ത് BJP വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുന്നൊരു കാൽക്കുലേഷനും ഈ പറയുന്ന വോട്ടിങ്ങിൻ്റെ പാറ്റേണും കുറച്ചും കൂടെ അപ്പർ ഹാൻഡ് ആയി കഴിഞ്ഞാൽ BJP അതിനിർണായകമാകും. പിന്നീട് പറയാൻ പറ്റത്തില്ല 2026 ആരായിരിക്കും വരുന്നത്. ഏതായാലും ഇത് കേരളത്തിലെ ഇടതുപക്ഷം UDF എന്നുള്ള ആ ഒരു പാറ്റേൺ മാറ്റിക്കൊടുത്തു. അതാണ് തിരുവനന്തപുരം ഏറ്റവും വലിയ തെളിവ്. അതേപോലെ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, BJPക്ക് കിട്ടിയ പല പഞ്ചായത്താണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും അവർക്ക് പ്രോപ്പറായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതൊരു ഘടകം തന്നെയാണ്. ജയിച്ച പഞ്ചായത്ത്, അത് സുരേഷ് ഗോപിയുടെ അവിടെ ഉള്ളൊരു പഞ്ചായത്ത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് BJP ആ പഞ്ചായത്ത് പോയി. അതേപോലെ തന്നെ പന്തളം ക്ലാസിക് എക്സാമ്പിളാണ്. എന്തുകൊണ്ടാണ് പന്തളത്ത് 3ാം സ്ഥാനത്ത് പോയത്? ഒരു ചോദ്യമാണ്. അതേപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവര് BJP ഈ പഴയ ഈ അയ്യപ്പ സംഭവം അവർക്ക് ഇതിൽ കാര്യമായിട്ടൊന്നും വോട്ട് കിട്ടിയിട്ടൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാൾ ഈ ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടെ BJPക്ക് പലയിടത്തും വോട്ട് കിട്ടി, പൊളിറ്റിക്കൽ വോട്ട് കിട്ടി, പലയിടത്തും ജയിച്ചേനെ. ആ ഒരു സംഭവം കാണുന്നില്ല. അതായത് മനസ്സിലാക്കേണ്ടത് എവിടെ ഏത് പൊളിറ്റിക്സിലാണ് BJP മാറ്റം വരുത്തേണ്ടത്, രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും നേതാക്കളും, അതേപോലെ എങ്ങനെയൊക്കെയാണ് ഒരുമിച്ച് നിൽക്കേണ്ടത്,
അപ്പം അതുമായിട്ടുള്ള സൊല്യൂഷനെ ബേസ് ചെയ്തായിരിക്കും 2026 ഇലക്ഷൻ. ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, പിണറായി വിജയൻ രാജിവെക്കുന്നതാണ് ഏറ്റവും നല്ലത്. വേറൊരാൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വന്ന് കൊണ്ടുവരികയാണ് CPM-നെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. പിണറായി വിജയൻ്റെ ഇമേജ് എന്ന് പറയുന്ന പൂജ്യമായിട്ടങ്ങ് മാറി. അല്ല, ജനങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഈ പറയുന്ന കിറ്റും ക്രാപ്പും ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. ഈ പറയുന്ന കള്ളത്തരവും കപടതയും ആൾക്കാർ വിശ്വസിക്കില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പഞ്ചായത്ത് ഇലക്ഷൻ ജനങ്ങൾ കൊടുത്ത മറുപടി. അതനുസരിച്ച് CPM മാറിയാൽ ആ പാർട്ടിക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഈ പാർട്ടി പോലും ബംഗാൾ പാർട്ടിയെക്കാളും കഷ്ടമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.